കാപ്പി, ചായ, കാപ്പി. തിരിച്ചും മറിച്ചും കിടന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഇട്ട് തരൂല. രോഹിണി, അതാ പറഞ്ഞു. രോഹിണി. അപ്പൂപ്പൻ കുറെ നേരം കൊണ്ട് ചായ ചായ എന്ന് പറഞ്ഞ് വിളിക്കണം. നിനക്കൊരു ചായ ഇട്ട് കൊടുത്തൂടെ? ഞാൻ ഒരു സംശയം ചോദിക്കട്ടാ, നിങ്ങൾ അപ്പൂപ്പനെ വല്ല തേയിലത്തോട്ടത്തിനകത്താണോ പെട്ടിട്ടത്? ആവശ്യം കുടുംബത്തിലുള്ള 24 മണിക്കൂർ ചായ 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 എന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ ഇവിടെ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുകയല്ല. 2 ദിവസം മുമ്പ് ഇവിടെ വന്നപ്പം 2 കിലോ ചായപ്പൊടിയും കൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ സന്തോഷിച്ചു. ഇനിയിപ്പോ 6 മാസത്തേക്ക് നമ്മളെ വീട്ടിൽ ചായപ്പൊടി വാങ്ങിക്കണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ 2 പ്രാവശ്യമാണ് പിന്നെ ചായപ്പൊടി വാങ്ങിച്ചത്. ഇത്രയും അവസ്ഥയൊക്കെ ഇവിടെ അയ്യോ, പൊട്ടൻ കളിക്കല്ലേ. നാട്ടിൽ കിടക്കണവരെയും വീട്ടിൽ കിടക്കണ ഒരു മുഴുവനെയും വിളിച്ച് ഇവിടെ ചായ സൽക്കാരം നടത്തും. എന്നും ഇത് തന്നെ പരിപാടി. ഒരു പത്രം ഇടാൻ പറഞ്ഞവരെയും വിളിക്കും, പാല് കൊണ്ടുവരാൻ പറഞ്ഞവരെയും വിളിച്ച് ചായ കൊടുക്കും. കഴിഞ്ഞ ദിവസം ഇവിടെ പെണ്ണ് കാണാൻ എന്തോ ഒരു ടീം പോയി. അവർക്ക് എന്തോ വഴി തെറ്റി അപ്പം വെളിയിൽ നിൽക്കുന്നോണ്ട് വഴി ചോദിച്ച് ആ 6 പേരെയും വിളിച്ച് വീട്ടിൽ ഇരുത്തി എന്നെ കൊണ്ട് 12 ചായയാണ് ഇടിപ്പിച്ചത്. 12 ചായ. 6 പേർക്ക് എന്തിന് 12 ചായ? 6 ചായ ആ വന്ന 6 പേർക്ക്, പിന്നെ പോയിട്ട് 6 ചായ നിങ്ങളുടെ അപ്പൂപ്പന്. അപ്പൂപ്പൻ എന്താടി 6 ചായ? ഈ 6 പേരോട് സംസാരിക്കുമ്പോ 6 ചായ കുടിക്കും. ശിവമണി 6 ചായ എങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ കുടിക്കാനായിട്ട്? എന്റെ